നമസ്കാരം, മീഡിയ ഭാരതിലേക്ക് സ്വാഗതം. കഷായത്തിൽ വിഷം കലർത്തിയുള്ള അരുങ്കൊല കേരള സമൂഹത്തെ ഒന്നാകെ ഞെട്ടിച്ച ഒരു സംഭവം. കഴിഞ്ഞ ദിവസം ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ എന്ന വിധി പ്രസ്താവനയുണ്ടായി. ആ ഒരു വിധിയെ മുൻനിർത്തി സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ഒപ്പീനിയൻ എന്താണെന്ന് നോക്കാം. ഷാരോൺ വധക്കേസ് അല്ലേ, ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതിന്റെ വിധി വന്ന ഒരു പശ്ചാത്തലത്തിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറാണ് വിധിച്ചിട്ടുള്ളത്. ഈ ഒരു വിധി അനിവാര്യമായിരുന്നു. എന്താ അഭിപ്രായം? തൂക്കുകയർ കിട്ടണം. വെറുതെ ഇരുന്നാൽ ചെറുക്കനെ തൂക്കുകയർ കിട്ടണം. അതന്നെ അഭിപ്രായം അല്ലേ? അല്ല, ഒരുപാട് ആൾക്കാർക്ക് അത് കൂടിപ്പോയി എന്നുള്ള ആ ഒരു രീതിയിൽ അഭിപ്രായം പറയുന്നുണ്ട്. കൂടിപ്പോയിട്ടില്ല അല്ലേ? കിട്ടേണ്ട ശിക്ഷ അല്ല. അതെ അല്ലേ? ഗ്രീഷ്മയുടെ ഇപ്പൊ കേസിന്റെ കാര്യം അറിഞ്ഞായിരുന്നല്ലോ, ആ പയ്യൻ മരിച്ചത്. അപ്പൊ അത് തൂക്കുകയർ കൊടുത്തതിനോട് ചേച്ചിക്ക് എന്താ അഭിപ്രായം? യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നു. തീർച്ചയായും യോജിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും. ഗ്രീഷ്മയ്ക്ക് ഇപ്പൊ തൂക്കുകയർ കിട്ടി നിൽക്കാണ്. ആ ഒരു വിധി വന്നതാണല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന കാര്യം. ഈ ഒരു കാര്യത്തിന് ചേട്ടന്റെ അഭിപ്രായം എന്താണ്? തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെടണം. തൂക്കയർ വിധിച്ചത് ശരിക്കും ശരിയായ ഒരു കാര്യമാണോ, അതോ അത് കുറഞ്ഞു പോയോ കൂടി പോയോ? ഷാരോണിന്റെ വീട്ടുകാരോട് ചോദിക്കാം, അവർ എത്രമാത്രം വേദന അനുഭവിച്ചതുണ്ടാവുന്നുള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് ആണ്. അവരുടെ വീട്ടുകാർക്കാണല്ലോ നഷ്ടം ഉണ്ടായിരിക്കുന്നത്. വേറെ മറ്റും നമുക്കൊക്കെ ഒരു വലിയ നഷ്ടം തോന്നില്ല. ഒരാൾ സഹോദരൻ മരിച്ചു എന്നുള്ളതല്ലേ. അവർ യഥാർത്ഥത്തിൽ അവർക്കാണ് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അവർക്ക് അത് സാറ്റിസ്ഫൈഡ് ആകണമെന്ന് ചോദിക്കാം ഷാരോണിന്റെ വീട്ടുകാർക്ക്. ചേട്ടന്റെ അഭിപ്രായം എന്താണ്? ചേട്ടന് ഇത് കറക്റ്റ് ആയിട്ടാണോ തോന്നുന്നത്? ശരിക്കും തൂക്കയർ തന്നെയാണോ വേണ്ടത്? കൊലപാതകം ചെയ്തിരിക്കണം. അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു തെറ്റല്ലേ. അറിഞ്ഞുകൊണ്ട് മരിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചിരിക്കല്ലേ. അപ്പോൾ പിന്നെ അവർക്കും അതേപോലുള്ള വേദന കിട്ടണമെന്നല്ലേ? ശരി, തീർച്ചയായും. താങ്ക് യു. ഷാരോൺ വധക്കേസ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു വിധി പ്രഖ്യാപനമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഈ ഒരു വിധി വന്ന പശ്ചാത്തലത്തിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. ഈ ഒരു ശിക്ഷാവിധി അനിവാര്യമാണോ? എന്താ അഭിപ്രായം? അനിവാര്യമാണെന്നാണ് തോന്നിയത്. എങ്ങനെ അനിവാര്യമാണെന്നാണ് തോന്നിയത്? കാരണം സാധാരണ ഇങ്ങനെ പെൺപിള്ളേരുടെ ഇങ്ങനെ കേസുകളിൽ ഇങ്ങനെ തൂക്കുകയർ കൊടുക്കാറില്ലല്ലോ, അധികം കണ്ടിട്ടില്ല. അപ്പൊ ഇതൊരു പുതിയൊരു തീരുമാനം വന്നത് നല്ലൊരു അഭിപ്രായമാണുള്ളത്. അഭിനന്ദാർഹമാണ് അല്ലേ? അതെ. ഓക്കെ, താങ്ക് യു. നല്ല കാര്യം. വധശിക്ഷ തന്നെ കിട്ടണം. കാരണം ഒരു അമ്മയുടെ വേദന ഒരിക്കലും ആ അമ്മ മരിച്ചാലും വേദന മാറില്ല. അത്രയും പഠിപ്പിച്ച് അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ അവൾ കൊന്നു കളഞ്ഞില്ല. അവൾക്ക് വേണ്ട. അതിന് എനിക്ക് അവളെ പറ്റി ഒന്നും പറയാനില്ല. ഇപ്പോൾ ഷാരോൺ വധക്കേസിന്റെ വിധി വന്നല്ലോ, ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ വിധിക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു വിധി അനിവാര്യമാണോ? എന്താ ചേച്ചിയുടെ അഭിപ്രായം? അനിവാര്യമാണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണ്. പക്ഷേ പ്രായം നോക്കണം. പ്രായം കണക്കിലെടുക്കുമ്പോൾ അതിത്തിരി കടുപ്പാണെന്ന് തോന്നുന്നുണ്ടോ? അടുപ്പാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ആള് ഇത്രയും പ്രായത്തിനുള്ളിൽ ഇത്രയും ചെയ്യുമ്പോൾ കുറച്ചും കൂടി മുതിർന്നു കഴിയുമ്പോൾ ഇതിലും വലിയൊരു ക്രിമിനലാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എന്താ അഭിപ്രായം? ഒരഭിപ്രായം ഇല്ലേ? ഇത് തന്നെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിധിയാണ് നടപ്പിലാക്കിയിരിക്കുന്നത് നമ്മുടെ ഷാരോൺ വധശ്രമത്തിന്റെ പേരിൽ. അപ്പൊ അതിനോട് ചേട്ടൻ യോജിക്കുന്നുണ്ട്. എന്താണ് ചേട്ടന്റെ ഒരു അഭിപ്രായം? ശിക്ഷ കൊടുത്താൽ നല്ലത്, നന്നായിട്ട് തന്നെ പറയുന്നുള്ളൂ. നമുക്കെല്ലാവരും ഒന്നും പറയാൻ തെറ്റൊന്നും പറയാനില്ല. കാരണം അയാൾ തെറ്റ് ചെയ്തു, അയാൾ ശിക്ഷ അനുഭവിക്കണം എന്ന് തന്നെയാണ്. ഈ ഷാരോൺ വധക്കേസ് വിധി പ്രഖ്യാപിച്ചല്ലോ അല്ലേ? ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും വിധിച്ചു, തൂക്കുകയറാണ്. അപ്പോൾ ചേട്ടന്റെ അഭിപ്രായം എന്താ? ഈ ഒരു വിധി അനിവാര്യമായിരുന്നോ? തീർച്ചയായിട്ടും കിട്ടേണ്ടത് തന്നെയാണ്. ഓക്കെ, കാരണം ഒരു കാരണവശാലും ഇതുപോലെ ചതിക്കപ്പെടരുത്, ഒരിക്കലും അങ്ങനെ പറ്റിക്കപ്പെടരുത്. ഒരാൾക്കും ഇനി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഒരു മനുഷ്യജീവനല്ലേ പോയത്. അവരുടെ അപ്പനും അമ്മയ്ക്കും എല്ലാം പോയില്ലേ? വളരെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടിരുന്നിട്ട് അവസാനം അങ്ങനെ സംഭവിച്ചില്ലേ? അങ്ങനെ സംഭവിക്കരുത്. ഇനി ഒരാൾക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ സംഭവിക്കരുത്. അവർക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ശിക്ഷയാണത്. വധശിക്ഷ തന്നെ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു. ആണിനായാലും പെണ്ണിനായാലും നാട് നന്നാവട്ടെ എന്ന് ഞാൻ പറയണം. ഈ വിധിയും കൊണ്ട് കുറെ പഠിക്കട്ടെ എന്ന് പറയണം. തീർച്ചയായും കുറെ പഠിക്കാനുണ്ട് ഇനി. ഇത് കണ്ടിട്ടും പഠിച്ചിട്ടില്ല. ഇന്നിപ്പോ എന്തോ ഒരു ചാനലിൽ ആരെ കഴുത്തറുത്ത് തുറന്നെന്ന് പറയുന്നുണ്ട്. എന്നിട്ടും പഠിക്കണില്ല. മൊബൈലൊക്കെ ഉള്ളത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനാണ്. ഇതെല്ലാവർക്കും ഒരു പാടാവട്ടെ ആണിനും പെണ്ണിനും. അതെ. ഈ ഷാരോൺ വധക്കേസിന്റെ വിധി പ്രഖ്യാപിച്ചല്ലോ, അപ്പോൾ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയും വിധിച്ചു. ഈ ഒരു വിധി പ്രസ്താവന അത് അനിവാര്യമായിരുന്നോ? അത് അനിവാര്യമാണ്, വളരെ ശരിയാണ്. ഞാനതിന് സപ്പോർട്ട് ചെയ്ത് തന്നെയാണ്. കാരണം ഷാരൂണിന്റെ
ഒന്നും ചെയ്യാത്തൊരു പയ്യനല്ലേ അത്രയും മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ എത്തിയത്. അതുകൊണ്ട് അതിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം.